welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ആണ് ട്ടോ. എന്നാൽ മേക്കപ്പിനെ പറ്റിയിട്ടല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു മേക്കപ്പ് ബ്രഷിന്റെ സെറ്റിനെ പറ്റിയിട്ടാണ്. ഇത് ഗബ്ബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ മേക്കപ്പ് ബ്രഷിന്റെ സെറ്റ് ആണ്. 8 ബ്രഷ് വരുന്ന ഒരു സെറ്റ് ആണ് ട്ടോ. ഈ ഒരു 8 ബ്രഷും നമുക്ക് ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രഷുകളാണ്. നമ്മൾ മേക്കപ്പ് ബ്രഷുകളുടെ സെറ്റൊക്കെ വാങ്ങിക്കുമ്പം അധികം നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്, അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ബ്രഷുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ബ്രഷുകൾ അതിൽ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു സെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു 8 ബ്രഷുകളും നമ്മളുടെ ഫുൾ ഫേസ് മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷുകളാണ്. അത് മാത്രമല്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട 8 ബ്രഷുകൾ മാത്രമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ബ്രഷ് സെറ്റിന്റെ ബാക്കിൽ ഈ ഓരോ ബ്രഷുകളും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓരോ ബ്രഷുകളും നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ ബ്രഷുകളും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഇതിന്റെ ബാക്കിൽ നോക്കിയിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബിഗിനേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബ്രഷിന്റെ സെറ്റ് ആണ് കേട്ടോ ഇത്. ഇതിൽ ഒരു ബ്രഷ് പോലും നമുക്ക് യൂസ് ഇല്ലാത്തതില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട 8 ബ്രഷുകൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഈ ഒരു മൂന്നാമത് വരുന്നത് ഫൗണ്ടേഷൻ ബ്രഷ് ആണ്. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. ഇത് പൗഡർ ബ്രഷ് ആണ്, അതായത് നമുക്ക് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. ഇത് ബ്ലഷോ അല്ലെങ്കിൽ കോണ്ടോറോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ഐ ഷേഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് സ്പൂളി ബ്രഷ് ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സ്പൂളി ബ്രഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഐബ്രോസ് ആണെങ്കിലും ഐലാഷസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂളി ബ്രഷ് അത്യാവശ്യമാണ്. പിന്നെ ഇത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ജെൽ ഐലൈനർ അപ്ലൈ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ആംഗിൾ ബ്രഷ്, അതായത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അങ്ങനെ ഒരു ബിഗിനറിന് വേണ്ട എല്ലാ ബ്രഷുകളും ഈ ഒരു സെറ്റിൽ വരുന്നുണ്ട്. പിന്നെ ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോ പ്രോഡക്റ്റിന്റെയും റേറ്റ് നോക്കിയിട്ടായിരിക്കും പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക. അപ്പൊ ഈ ഒരു ബ്രഷിന്റെ സെറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റാണ്. അത് മാത്രമല്ല, ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിലും പ്രൊഫഷണൽ ആവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബ്രഷിന്റെ സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ബ്രഷുകൾ വാങ്ങിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലെയുള്ള നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ ഇതിലെ ഓരോ ബ്രഷുകളും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്നും ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പൊ ദാ ഈ ഒരു സെറ്റില് ഈ മൂന്നാമത് വരുന്ന കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു ബ്രഷാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈഗ്ലാമിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ എടുക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് റിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ യെല്ലോ അണ്ടർ ടോൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ കൈയിന്റെ ബാക്കിൽ എടുക്കുക. കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ബ്രഷ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ എടുക്കുക. കണ്ടോ, നമുക്ക് നല്ല എളുപ്പത്തിൽ ഫൗണ്ടേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട്. പിന്നെ ഈ ഒരു ബ്രഷിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒട്ടും ഫൗണ്ടേഷൻ ഇല്ല. കണ്ടോ, ഒട്ടും ഫൗണ്ടേഷൻ ഈ ഒരു ബ്രഷിന്റെ മുകളിലേക്ക് വന്നിട്ടില്ല. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ ഫുൾ ആയിട്ട് നമ്മളുടെ ഫേസിൽ തന്നെ അപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ ഫേസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നാച്ചുറൽ ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനിത് വെച്ചിട്ട് ഈ ഒരു സൈഡും കൂടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ലൈൻസ് ഒന്നും വീഴാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതും നല്ല എളുപ്പത്തിൽ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആയി കിട്ടും കേട്ടോ. ഇനി ഈ ഒരു സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൺസീലറും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കൺസീലറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലോറിയൽ പാരീസിന്റെ ഈ ഒരു കൺസീലർ ആണ് കേട്ടോ എടുക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് ആംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ണിന്റെ ഈ ഒരു ഭാഗത്തും പിന്നെ നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്തും ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് മുകളിലും
ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഇത് ബ്ലെൻഡ് ആയി കിട്ടുന്നുണ്ട്. കണ്ടോ, കൈ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കൺസീലറും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു സെറ്റിൽ ഈ ഫസ്റ്റ് കാണുന്ന ബ്രഷാണ് പൗഡർ ബ്രഷ്. അതായത് നമ്മൾ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോസിന്റെ ഈ ഒരു HD സെറ്റിംഗ് പൗഡർ ആണ് എടുക്കുന്നത്. ഇത് വൈറ്റ് കളർ പൗഡറാണ് കേട്ടോ, വൈറ്റ് കളർ പൗഡറാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് പൗഡർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വെച്ചിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് എവിടേക്കാണോ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫേസ് നല്ല എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒട്ടും ലൈൻസ് വീഴാണ്ട് സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ ഫേസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ രണ്ടാമത്തെ ബ്രഷ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ കോണ്ടോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതാ ഈ ഒരു ബ്രഷ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് അല്ല, കുറച്ചൊന്നും ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലഷ് അതുപോലെ തന്നെ പൗഡർ കോണ്ടോർ ആണെങ്കിൽ അതുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൈഗ്ലാമിൻ്റെ ബ്ലഷാണ് എടുത്തിട്ടുള്ളത്. ഇത് റാസ്ബെറി ബ്ലഷാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനൊരു കളറാണ്. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് കുറച്ചിങ്ങനെ എടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ബ്ലഷ് ഇടേണ്ടത് ആ ഭാഗത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇത്രേ പണിയുള്ളൂ. ഇനി അടുത്തത് ഇതിൽ ആംഗിൾ ബ്രഷ് വരുന്നുണ്ട്. ആംഗിൾ ബ്രഷ് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അതിന്റെ ടിപ്പ് കുറച്ചൊരു ആംഗിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ജെൽ ഐലൈനർ ഒക്കെ വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് മസ്റ്റ് ആയിട്ടും വേണ്ടതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിക് ഫ്ലവറിന്റെ ജെൽ ഐലൈനർ ആണ് എടുക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് കണ്ടോ, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ബ്ലാക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗണും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഇതിനെ കോംബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമുക്ക് സ്പൂളി ബ്രഷും വരുന്നുണ്ട്. കണ്ടോ, ഇത് സ്പൂളി ബ്രഷാണ്. അപ്പോൾ ഈ ഒരു സ്പൂളി ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഐബ്രോസും നല്ല നാച്ചുറലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിൽ രണ്ട് ഐ ഷേഡോ ബ്രഷുകൾ വരുന്നുണ്ട്. ആദ്യത്തേത് ഐ ഷേഡോ ബ്ലെൻഡിങ് ബ്രഷ് ആണ്. അപ്പോൾ ഇതാണ് ഐ ഷേഡോ ബ്ലെൻഡിങ് ബ്രഷ്. കുറച്ചൊരു പഫി ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രഷാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഐ ഷേഡോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഐ ഷേഡോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മളുടെ കണ്ണിന്റെ ക്രീസ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാം. ഇനി അടുത്ത ഐ ഷേഡോ ബ്രഷ് ആണ് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ട് വരുന്നത്.
കണ്ടോ, ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ ഐ ഷേഡോസ് ബ്ലെൻഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഐ ഷേഡോ ഉണ്ടാവുമല്ലോ, ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള ഐ ഷേഡോസ് പിക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിൽ വരുന്ന ഈ ഒരു ഗ്ലിറ്റർ ഐ ഷേഡോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് പിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള ഐ ഷേഡോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു സെയിം ബ്രഷ് വെച്ചിട്ട് നമുക്ക് കണ്ണിന്റെ താഴെ കൂടി ജസ്റ്റ് ഒന്ന് ഐ ഷേഡോ കൊടുക്കാം. ഇനി ഇതിൽ ഈ ഒരു ബ്രഷ് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഐലൈനർ അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രഷ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ജെൽ ഐലൈനർ ഒക്കെ വരച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ജെൽ ഐലൈനർ ഒന്ന് വരച്ചു നോക്കാം. ഇതും മ്യൂസിക് ഫ്ലവറിന്റെ തന്നെ ജെൽ ഐലൈനർ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ജെൽ ഐലൈനർ ഒക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഐലൈനർ വരച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഫേസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേക്കപ്പ് ബ്രഷിന്റെ സെറ്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ട, ഒരു ബിഗിനറിന് അത്യാവശ്യം വേണ്ട മേക്കപ്പ് ബ്രഷുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓരോ ബ്രഷുകളുടെയും ക്വാളിറ്റിയും പെർഫോമൻസും നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ബിഗിനറിനാണെങ്കിലും പ്രൊഫഷണൽസിനാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രഷിന്റെ സെറ്റാണ്. അപ്പൊ ഈ ഒരു സെറ്റിന് വരുന്നത് 899 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ GUBB 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.